Hi, hello. Welcome to another informative video of Purple Rehat. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ബേബി വാക്കർ ആണ്. ബേബി വാക്കർ ഉപയോഗിക്കുന്നത് നല്ലതാണോ ദോഷമാണോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു കുഞ്ഞ് നോർമൽ ഡെവലപ്മെൻറ്റുള്ള ഒരു കുഞ്ഞ് നടന്നു തുടങ്ങുന്നത് ഒരു വയസ്സിന് ഒന്നുകിൽ ഒരു 11 മാസം പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വയസ്സിനും 1.25 വയസ്സിനും ഇടയ്ക്കാണ്. അത് ഓരോ കുഞ്ഞിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കൃത്യം ഏത് സമയത്താണ് നടന്നു തുടങ്ങുക എന്നുള്ളത്. കുഞ്ഞ് പിടിച്ച് ഇരിക്കാൻ തുടങ്ങുന്നത് 6 മുതൽ 8 മാസം വരെ പ്രായമാകുമ്പോഴാണ്. 9-10 മാസം പ്രായമാകുന്ന കുഞ്ഞാണ് എഴുന്നേറ്റ് പിടിച്ച് നീക്കാൻ തുടങ്ങുന്നത്. പാരൻസ് ചെയ്യുന്നത് 9-10 മാസമായി കഴിഞ്ഞ ഒരു കുഞ്ഞ് പിടിച്ച് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞ ഒരു കുഞ്ഞിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബേബി വാക്കർ കൊടുത്തിട്ട് ആ വാക്കറിൽ ഇരുത്തിയിട്ട് നടത്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ നോർമൽ മസിൽ ഡെവലപ്മെൻറ്റിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. വാക്കറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ആക്സിഡൻസിൻ്റെ മെയിൻ റീസൺ ഈ ബേബി വാക്കറാണ്. കുഞ്ഞ് ബേബി വാക്കറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന് ചെറിയ കാലിൻ്റെ വിരൽ ടച്ച് ചെയ്താൽ മതി ബേബി വാക്കർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ടയറിലാണല്ലോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിന് വിരലുകൾ ടോ ടച്ച് ചെയ്ത് മാത്രം നടക്കാനുള്ളൊരു പ്രവണത കൂടുകയാണ് ചെയ്യുന്നത്. ടോ വാക്കിങ്ങിനുള്ള പ്രവണത കൂടും. പിന്നെ നോർമൽ മസിൽ ഡെവലപ്മെൻറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഈ വാക്കറിൻ്റെ സ്പീഡോ ഏത് സൈഡിലേക്കാണ് പോകുന്നത് എന്നുള്ളതൊന്നും കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവും കുഞ്ഞിനായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്കേഴ്സ് പെട്ടെന്ന് മറയാനും കുഞ്ഞ് എവിടെയെങ്കിലും പോയി തട്ടി വീഴാനും ഒക്കെ സാധ്യത കൂടുതലാണ്. വീടുകളിൽ കാണുന്ന ഈ ഡോർമാറ്റ് പോലെയുള്ള കുഞ്ഞു സാധനങ്ങളിൽ വരെ തടഞ്ഞ് വീഴാനും സാധ്യത കൂടുതലാണ് ഈ ബേബി വാക്കർ യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ നോർമൽ മസിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല. ഒരു കുഞ്ഞ് പിടിച്ച് നിന്ന് ബാലൻസ് ചെയ്ത് നിന്ന് പതുക്കെ സ്റ്റെപ്സ് എടുത്ത് വയ്ക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാലിൻ്റെ എല്ലാ ഭാഗവും തറയിൽ ചവിട്ടിക്കൊണ്ട് മാത്രമേ കുഞ്ഞിന് അടുത്ത കാലം എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. നോർമലി ഒരു വാക്കറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാത്തൊരു കുഞ്ഞാണെങ്കിൽ. അതേസമയത്ത് ഒരു വാക്കർ ഉപയോഗിക്കുന്ന കുഞ്ഞാണെങ്കിൽ ടോ ടച്ച് ചെയ്തിട്ട് തന്നെ കുഞ്ഞ് നടക്കാൻ തുടങ്ങും. അപ്പോൾ നോർമൽ മസിൽ ഡെവലപ്മെൻറ്റും നടക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് കുഞ്ഞിനെ നടക്കാൻ പ്രായമായിട്ടുള്ളൊരു കുഞ്ഞിനെ പിടിച്ച് നടത്തിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഒരു വാക്കർ കൊടുക്കുന്നത് എപ്പോഴും കുഞ്ഞിൻ്റെ നോർമൽ ഡെവലപ്മെൻറ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.